വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബൈർ. അപ്പോൾ ഒരു ദിവസത്തെ നോമ്പ് തുറേൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ കായ്പോളയും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള പത്തിരിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കായ്പോള ഏകദേശം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആവുന്നവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഈ ഒരു ചൂടിനും അതുപോലെ തന്നെ ഈ ഒരു നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇതിലുള്ളത്. പായസം കസ്റ്റാർഡ് ഫ്രൂട്ട് ഡ്രിങ്കാണ്. അപ്പം അതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പകുതി വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സേമിയ വേവിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു സേമിയ ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇതാ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു പിടിയോളം സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ്, അതുകൊണ്ടാണ് നേരിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെങ്കിൽ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഒരുപാട് കൂടി പോവണ്ട, ഇത്രയും മതിയാവും. ഇതിപ്പോൾ നൈസായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർക്കുന്നതുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് കുറച്ച് മിഠായിമേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി പഞ്ചസാരയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. മധുരം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചിലവർക്ക് കൂടുതൽ മധുരം ഇഷ്ടമുള്ളവരായിരിക്കും, ചിലവർ കുറഞ്ഞ മധുരം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സേമിയൊക്കെ വെന്തിട്ടുണ്ട്, പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട് കുറച്ച്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അത് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇളക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാനിതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ചൊന്ന് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ട കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഒരു കയ്യിൽ സ്പൂൺ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് കുറച്ചൊന്ന് കട്ട കെട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകി വരേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയിലാണ് ആ ഒരു ഡ്രിങ്ക് കുടിക്കാൻ ഇഷ്ടം എന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇത്രേ കുറുക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് തണുക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പം ഞാനിതാ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഈ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ടാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത്രയും കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത് നമ്മൾ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടിയിൽ കുറുക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സുകളും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ആപ്പിളും മാങ്ങയും കുറച്ച് മാതളവുമാണ് ഉള്ളത്. ഈ ഫ്രൂട്ട്സുകളാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തണുപ്പിന് ആവശ്യത്തിന് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു ചൂടത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു ഗ്ലാസ് മാത്രം മതിയാവും നമുക്ക് വയറ് നിറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നോമ്പ് തുറക്കാനായിട്ട് ചെറുകടിയായിട്ട് ചിക്കൻ റോളും കായ്പോളയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവോള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി പൗഡറും അതുപോലെ തന്നെ അതിലും കുറവ് കുറച്ച് മല്ലിപ്പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്.
ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണിത്. അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ദോശ ഇടാനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണല്ലോ. മൈദപ്പൊടിയും ഉപ്പുപൊടിയും വെള്ളം കൂടി ചേർത്തിട്ട് മിക്സീൻ്റെ ജാറിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു ദോശ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എത്ര വലുപ്പത്തിലാണോ ഈ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് മസാല വെച്ച് കൊടുത്തിട്ട് അതിനെ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒന്നും എണ്ണ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കൂല കേട്ടോ. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഹെൽത്ത് നോക്കുന്നവർ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ എണ്ണക്കടികളൊന്നും അധികം ഞാൻ ഉണ്ടാക്കാറില്ല. എന്നാലും മക്കൾ നോമ്പ് എടുക്കുന്നതേ അവർക്ക് ഈ ഒരു എണ്ണക്കടികൾ കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് കൂടിയായിരിക്കും ഓരോ വീട്ടിലും. കുട്ടികൾ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കുക ഇന്നെന്താ അമ്മച്ചി വൈകുന്നേരം, അങ്ങനെയാണ് കേട്ടോ ചോദിക്കാറുള്ളത്. ഒരുവിധം വീട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് എണ്ണക്കടികൾ. ശരിക്കും നമ്മൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങളും അതുപോലെ തന്നെ ഷുഗറും ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളെ ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചെറിയ പത്തിരിയാണ് കേട്ടോ, കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുത്തിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പത്തിരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചവെള്ളം വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പം ആ ഒരു പൊടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തി ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം ഒരുപാട് കട്ടിയാക്കണ്ട, എന്നാൽ തീരെ നൈസാക്കും വേണ്ട കേട്ടോ. അപ്പം ചെറിയതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കട്ടി കുറച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു പത്തിരി നമ്മൾ തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ നമുക്ക് 5-6 ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് തീരെ കുറച്ച് വെക്കാനും പാടില്ല, അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും ചുട്ടെടുക്കാൻ പാടില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവില്ല, അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കട്ടിയായിട്ട് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കണം. ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുക്കറിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു പത്തിരിയിലേക്ക് മുളകിട്ട ചിക്കൻ കറി അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ചിക്കൻ കറി റെഡി ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് കായ്പോളയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂവും കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. കാഷ്യൂയും കിസ്മിസും വറുത്ത് കോരിയതിന് ശേഷം അതേ പാനിൽ തന്നെ 3 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 4 കോഴിമുട്ടയും 2-3 ഏലക്കായും ഒരു 1/4 കപ്പോളം പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും. അത്രയും മതി. ഇനിയിപ്പോൾ പാൽപ്പൊടിയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പഴം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലേക്ക് ഒന്ന് സ്പൂണ് വെച്ചിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക.
അതിനുശേഷം ഇതുപോലെ ഒരു ദോശക്കല്ല് നമ്മൾ ചൂടാക്കിയിട്ട് ഇടുക കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് റെഡി ആവും കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇതാ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ റോൾ ഉണ്ടല്ലോ, അത് കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വൈകുന്നേരമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കായ്പോളം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പഴം ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ചവർപ്പായിരിക്കും ആ ഒരു പഴത്തിന്. എന്നാലേ ഈ ഒരു കായ്പോളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ കായ്പോളം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പത്തിരിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ആ ഒരു താളിപ്പ് ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പം ഇത് പത്തിരീൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു തേങ്ങാപ്പാലിൽ നല്ലോണം ഒന്ന് ഡിപ്പായതിന് ശേഷം ഈ ഒരു പത്തിരിയും മുളകിട്ട ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ കട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നല്ലോണം ലൂസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. എല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് ജ്യൂസും സ്നാക്സും അങ്ങനെ മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ. അധികം നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ ഇത് കൊണ്ടുവച്ച സമയത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കുഞ്ഞിപ്പത്തിരി ഉണ്ട് കേട്ടോ. എൻ്റെ വീട് തൊട്ടപ്പുറത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടുന്ന് ഉമ്മച്ചി കൊണ്ടുതന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാം കൂടിയും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും നോമ്പ് തുറക്കലാണ് കേട്ടോ. അധിക ദിവസം കുട്ടികളും സുബർക്കൊക്കെ പള്ളിയിൽ പോയിട്ട് തന്നെയാണ് കേട്ടോ നോമ്പ് തുറക്കാറുള്ളത്. ചില ദിവസങ്ങളിൽ മാത്രം വീട്ടിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് നോമ്പ് തുറക്കുന്നത്. ഗ്രേപ്സ് ജ്യൂസും കസ്റ്റാർഡ് ഡ്രിങ്കും അതുപോലെ തന്നെ സ്നാക്സ് ചിക്കൻ റോളും കായ്പോളയും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ കഴിച്ചിട്ടാണ് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു വീഡിയോ. അപ്പം ഇതിലുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് പായസം മോഡലിൽ ഉണ്ടാക്കാതെ ആ ഒരു സേമിയ ചേർത്ത് കൊടുക്കാതെ കസ്റ്റാർഡ് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനിയിപ്പം പാല് മാത്രം തിളപ്പിച്ചെടുത്തിട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചവ്വരിയും കസ്കസൊക്കെ ചേർത്തിട്ട് ആ ഒരു രീതിയിലും ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. എത്രയൊക്കെ നമ്മൾ എണ്ണപ്പലഹാരങ്ങൾ ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ ഷുഗർ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു നോമ്പ് സമയത്ത് അത്യാവശ്യം സ്നാക്സ് ഐറ്റംസും അതുപോലെ തന്നെ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലേ. എന്നാലും നമ്മൾ കഴിവതും എണ്ണപ്പലഹാരങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നും നമ്മൾ ഉണ്ടാക്കാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ എണ്ണപ്പലഹാരങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിക്കുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ അല്ലേ, ആ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.